അയർലൻഡിലെ ഒരു കൊച്ചു ഗ്രാമമായ നോക്കിൽ 1879 ഓഗസ്റ്റ് 21-നാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അന്ന് വൈകുന്നേരം പള്ളിമേടയിലെ ജോലികൾ തീർത്ത് മടങ്ങി വരികയായിരുന്ന മേരി മക്ലൂഗൻ ദേവാലയത്തിൻ്റെ മുൻചുവരിൽ ചില രൂപങ്ങൾ കാണുവാനിടയായി. വികാരിയച്ഛൻ വരുത്തിച്ച പുതിയ രൂപങ്ങളായിരിക്കും അത് എന്നാണ് മേരി ആദ്യം കരുതിയത്. അവൾ പോയി കൂട്ടുകാരിയായ മേരി ബേണിനോടൊപ്പം തിരിച്ചു വന്നു. അവർ ദേവാലയത്തിന് മുൻപിൽ എത്തിയപ്പോൾ അവിടെയാകെ പ്രകാശപൂരിതമായിരിക്കുന്നതായി ഇരുവർക്കും അനുഭവപ്പെട്ടു. എന്തോ അത്ഭുതകരമായ സംഭവം നടക്കുവാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ മേരി ഉടൻ മുട്ടിന്മേൽ നിന്ന് ജപമാല ചൊല്ലുവാൻ തുടങ്ങി. കൂട്ടുകാരിയായ മേരി ബേൺ പോയി സുഹൃത്തുക്കളെ കൂട്ടിക്കൊണ്ടുവരികയും ഏകദേശം 15 പേർ ദേവാലയത്തിന് മുൻപിൽ ഒത്തുകൂടുകയും ചെയ്തു. ആ സമയം അവർ കണ്ടത് പരിശുദ്ധ അമ്മയെയും അമ്മയുടെ വലതുവശത്ത് നിൽക്കുന്ന വിശുദ്ധ യൗസപിതാവിനെയും ഇടതുവശത്ത് നിൽക്കുന്ന വിശുദ്ധ യോഹന്നാനെയും ആണ്. ഇവർക്ക് പുറകിലായി ഒരു ചെറിയ ബലിപീഠത്തിൽ കുഞ്ഞാടും കുരിശും ഉണ്ടായിരുന്നു. ബലിപീഠത്തിനു ചുറ്റും മാലാഖമാരും ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ വെളുത്ത വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. അമ്മയുടെ ശിരസിൽ നെറ്റി മുഴുവനും മറച്ചുകൊണ്ടുള്ള ഒരു കിരീടവും അതിലൊരു റോസാപ്പൂവും ഉണ്ടായിരുന്നു. 2 മണിക്കൂറോളം ഈ ദൃശ്യം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ സമയം മഴയും കാറ്റും ഉണ്ടായിരുന്നെങ്കിലും പ്രത്യക്ഷീകരണ സ്ഥലത്ത് കാറ്റടിച്ചു പോലും ഒരു തുള്ളി വെള്ളം വീഴുന്നുണ്ടായിരുന്നില്ല. പ്രത്യക്ഷീകരണം കണ്ട സ്ത്രീകളിൽ ഒരാൾ പരിശുദ്ധ അമ്മയുടെ പാദം വന്ദിക്കുന്നതിനായി അടുത്തു ചെന്നപ്പോൾ അത് ചുവരിലേക്ക് അകന്നകന്നു പോയിക്കൊണ്ടിരുന്നു. 1971 സഭ ഈ പ്രത്യക്ഷീകരണത്തെ അംഗീകരിച്ചു. ആദ്യ പ്രത്യക്ഷീകരണത്തിന് 100 വർഷങ്ങൾക്ക് ശേഷം 1979 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ദേവാലയം സന്ദർശിക്കുകയും ബസിലിക്കയായി ഉയർത്തുകയും ചെയ്തു. പരിശുദ്ധ അമ്മയോട് നമുക്കും പ്രാർത്ഥിക്കാം.